മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും കളർ ടി വിയും കേബിൾ കണക്ഷനും ഒന്നുമില്ലാതെ കൗമാരവും ബാല്യവുമൊക്കെ ജീവിച്ചിരുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നിപ്പം അവരൊക്കെ അറിയപ്പെടുന്ന തന്തവൈബിൽപ്പെട്ട ആൾക്കാരെന്നാണ്. അപ്പം അന്ന് വിനോദ ഉപാധികൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കളികൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏർപന്ത് കളിയുടെ കാര്യവും കുട്ടിയും കോലും കളിയുടെ കാര്യവും പിന്നെ ക്രിക്കറ്റാണ് നമ്മൾ വന്ന് കീഴടക്കിയത്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നത് മിക്കവാറും ഏതെങ്കിലുമൊക്കെ, ഞാൻ കോട്ടയം ജില്ലക്കാരനായതുകൊണ്ട് റബ്ബർ തോട്ടങ്ങളായിരുന്നു നമ്മളുടെ ഗ്രൗണ്ടുകൾ. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് മടൽ കൊണ്ട് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മടൽ കൊണ്ട് ബാറ്റ്, അത് പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കഥ കഴിയും. പിന്നെ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ആശാരിമാരുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് പോയി കരഞ്ഞു പറഞ്ഞ് കുറേ ദിവസം അവരുടെ പുറകെ നടന്നു കഴിയുമ്പോൾ അവർ തടി കൊണ്ട് ഒരു ബാറ്റ് ഉണ്ടാക്കി തരും. അത് അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് റബ്ബർ ബോൾ കൊണ്ടായിരുന്നു ആദ്യമൊക്കെ കളി. അപ്പം റബ്ബർ ബോളിൽ 1-2 അടി കൊണ്ട് ആ ബോൾ പൊട്ടും. അപ്പം നമുക്കത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ബോൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ അന്ന് ലെതർ ബോളിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവർ ആ ബോൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു കോർക്ക് കിട്ടും. ആ കോർക്കിൻ്റെ പുറത്ത് തുണി ഒട്ടിച്ചൊട്ടിച്ച്, റബ്ബർ പാലിൽ മുക്കിയ തുണി ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് അത് ഒരു പന്തിൻ്റെ പോലാക്കും. പന്തിനെ പോലെ ആക്കിയിട്ട് അത് റബ്ബർ പാലിൽ മുക്കി 2-3 പ്രാവശ്യം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കും. പിന്നെ ആ ബോളിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഏകദേശം ആ ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ മൂവ്മെൻറ്റ് പോലെയായിരുന്നു. വളരെ നല്ല രീതിയിൽ ക്രിക്കറ്റ് ബോൾ പോലെ തന്നെ അത് മൂവ് ചെയ്യുമായിരുന്നു എന്നാണ് ആ ബോള്. അപ്പം അത് വെച്ചുകൊണ്ടുള്ള ഒരു ക്രിക്കറ്റ് കളി, അത് കയ്യാലകളാണ് പലപ്പോഴും ഗ്രൗണ്ടുകൾ. അപ്പം അതിൻ്റെ 6ഉം 4ഉം ഒക്കെ പല സ്ഥലങ്ങളിലും നിരോധിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തേക്ക് അടിച്ചാൽ ഔട്ട്, അങ്ങനെയുള്ള പുതിയ പുതിയ നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ക്രിക്കറ്റ് കളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബോൾ ഉണ്ടാക്കി ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.